പശ്ചിമബംഗാൾ രാഷ്ട്രീയത്തിൽ മമതാ ബാനർജി കഴിഞ്ഞാൽ തൃണമൂൽ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ കരുത്ത് ആരാണ് മമതയുടെ പിൻഗാമി? ഈ ചോദ്യങ്ങൾക്ക് ബംഗാളിലെ തെരഞ്ഞെടുപ്പ് റാലികൾ നൽകുന്ന ഉത്തരമാണ് അഭിഷേക് ബാനർജി. ജനലക്ഷങ്ങളെ ആവേശത്തിലാഴ്ത്തുന്ന പ്രസംഗങ്ങളും സ്ത്രീ വോട്ടർമാർക്കിടയിലുള്ള അസാമാന്യ സ്വാധീനവും അഭിഷേകിനെ തൃണമൂലിന്റെ സ്റ്റാർ ക്യാമ്പയിനറാക്കി മാറ്റിയിരിക്കുകയാണ്. കാണാം അഭിഷേക് ബാനർജിയെക്കുറിച്ചുള്ള റിപ്പോർട്ട്. പശ്ചിമ ബംഗാളിലെ തെരഞ്ഞെടുപ്പ് ഗോതയിൽ മമതാ ബാനർജി കഴിഞ്ഞാൽ ജനക്കൂട്ടത്തെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത് ആരാണെന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരം മാത്രമാണുള്ളത്: അഭിഷേക് ബാനർജി. വെറും ഒരു രാഷ്ട്രീയ നേതാവ് എന്നതിലുപരി ബംഗാളിലെ യുവാക്കളുടെയും സ്ത്രീകളുടെയും ഇടയിൽ ഒരു ഹീറോ പരിവേഷമാണ് അഭിഷേകിനുള്ളത്. അഭിഷേകിനെ കാണാനും തീപ്പൊരി പ്രസംഗം കേൾക്കാനും ജനക്കൂട്ടം മണിക്കൂറുകളോളമാണ് കാത്തുനിൽക്കുന്നത്. കോൺഗ്രസിന്റെ സ്ത്രീ വോട്ടർമാരിലുള്ള സ്വാധീനം തന്നെയാണ് അഭിഷേകിന്റെയും കരുത്ത്. മമതയ്ക്ക് ശേഷം തൃണമൂലിനെ നയിക്കാൻ മറ്റൊരാളില്ലെന്ന പ്രവർത്തകരുടെ വിശ്വാസത്തെ ജനക്കൂട്ടവും ശരിവെക്കുന്നു. തൃണമൂൽ യൂത്ത് കോൺഗ്രസിലൂടെ രാഷ്ട്രീയത്തിലേക്ക് ചുവടുവെച്ച അഭിഷേകിന് പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. तृणमूल दीदी आएगा फिर? हाँ, जीतेगा. 38 വയസ്സുകാരനായ അഭിഷേകിന് ഈ തെരഞ്ഞെടുപ്പ് കേവലം ഒരു പോരാട്ടമല്ല, മറിച്ച് തന്റെ രാഷ്ട്രീയ ഭാവിയുടെ നിർണായക ഘട്ടം കൂടിയാണ്. തൃണമൂലിന്റെ സ്റ്റാർ പ്രചാരകനായി നാടുനീളെ ഓടി നടക്കുന്ന അഭിഷേകിന്റെ കഠിനാധ്വാനം വോട്ടായി മാറുമെന്ന് തൃണമൂൽ ഉറച്ചു വിശ്വസിക്കുന്നു. മമതയുടെ പിൻഗാമി എന്ന നിലയിൽ അഭിഷേക് ബാനർജി നടത്തുന്ന പ്രവർത്തനം ബംഗാൾ രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കുന്ന ചലനങ്ങൾ അഭിഷേകിന്റെ മാത്രമല്ല തൃണമൂലിന്റെയും ഭാവിയിൽ നിർണായകമാകും. ന്യൂസ് മലയാളം, വെസ്റ്റ് ബംഗാൾ.